കഴിക്കാനിരുന്നപ്പോഴാണ് പിന്നെ നേർക്കുനേർ കാണുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ ഒരേപോലെ ഒരാളിൽ തന്നെയാണ്. നിന്റെ ഭാര്യ എവിടെ ഉണ്ണി? അമ്മയുടെ ആ ചോദ്യം വന്നപ്പോൾ എന്തുത്തരം പറയണമെന്നറിയാതെ ഒരു നിമിഷം പതിരി ഉണ്ണിയും. ഇതുവരെ എത്തിയില്ലല്ലേ? ഈ പരിപാടി ഇവിടെ നടക്കില്ല മോനെ. നിന്റെ ഭാര്യ വരുമ്പോൾ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. അവൾക്ക് ജോലിക്ക് വേണേ പോവാം, പക്ഷെ 10 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിയിരിക്കണം. ഇവിടുത്തെ ആണുങ്ങൾക്ക് പോലും ഇങ്ങനെ കറങ്ങി നടക്കാറില്ല. പിന്നെയല്ലേ ഇന്നലെ വന്ന പെണ്ണ്. അമ്മ, അവൾ എനിക്ക് ഇന്നലെ പോയിട്ട് മെസ്സേജ് അയച്ചിരുന്നേ. അവളുടെ മീറ്റിംഗ് കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ ആ പാതിരാത്രി വരിക? അതുകൊണ്ടാണ്. മോനെ, ഒരു മകൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടതല്ല, എന്നാലും പറയുക. നിന്റെ ഭാര്യ ഇങ്ങനെ കയറൂരി വിട്ടാൽ എൻ്റെ പൊന്നുമോൻ കരയേണ്ടി വരും. നിമ്മി, താൻ നിർത്താൻ നോക്കിക്കേ. ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഇതുപോലുള്ള വർത്തമാനങ്ങൾ? മുകുന്ദനായിട്ട് ഒന്നും പറയത്തില്ല. ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കുമ്പോൾ അത് സമ്മതിക്കത്തില്ല. പിന്നെ ഇതുപോലെ പറയാതിരുന്നാലേ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നാ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അവൾ വന്നപ്പോൾ മുതൽ ഇവിടെ ആരോടും സംസാരിക്കാറില്ല, കൂട്ടുകൂടാറില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. അത് ചോദിച്ചാൽ പിന്നെ നമ്മൾ വലിയ കുറ്റക്കാർ. അതെല്ലാം പോട്ടേന്ന് വെക്കാം. ഈ രാത്രിയിലുള്ള കറക്കം അതെന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. എൻ്റെ വീട്ടിലത് നടക്കത്തില്ല. അമ്മ ഇപ്പോൾ പറഞ്ഞു നിർത്ത്. അവളിങ്ങി വരട്ടെ, ഞാൻ അവളോട് സംസാരിച്ചോളാം. ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കരുത്. അത് പറഞ്ഞുകൊണ്ട് പാത്രമെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് തന്നെ പോയി. റിച്ചു അപ്പോഴും ഒന്നും പറയാതെ തൻ്റെ കഴുപ്പിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ഇരിക്കുവാണ്. താനെന്തു പറയാനാ? അല്ലെങ്കിൽ തന്നെ എൻ്റെ സ്ത്രീ, നീ ഇങ്ങനെ പാത്രത്തിലിട്ട് വിരൽ ഓടിച്ചുകൊണ്ടിരുന്നാൽ ഇൻ്റർവ്യൂ അതിൻ്റെ പാട്ടിനങ്ങ് കഴിയും. മര്യാദയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക് പെണ്ണേ. എവിടെ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം ചേച്ചി പറയുന്നത്? അതൊക്കെ സർപ്രൈസാണ് എൻ്റെ ഉണ്ണിക്കുട്ടാ. ഇന്ന് നമ്മുടെ ശ്രീകുട്ടി പുതിയൊരു കാൽവെപ്പ് വെക്കാൻ പോവുകയാണ്. അവളുടെ ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ വീട്ടിലെ ഒരു മൂലയിലിരുത്താൻ പറ്റുമോ? അതൊന്നും ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് അവളെ അച്ഛൻ ഇന്ന് ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞു വിടുക. ഉണ്ണിയും റിച്ചുവും പരസ്പരം ഒന്ന് നോക്കി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പോലെ ചെയ്യും. അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചു എഴുന്നേറ്റ് പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം നിമ്മി നിർബന്ധിച്ചാണ് ശ്രീയെ പൂജാമുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുമ്പിൽ കണ്ണടച്ചു നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് ആകെ ശൂന്യമായിരുന്നു. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ എന്താണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്നോ ഒന്നും അറിയില്ല. ഇവർക്കെല്ലാവർക്കും ഒരു സന്തോഷം, സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരുങ്ങിക്കെട്ടി ഈ പോക്ക് പോലും. കണ്ണുകൾ അടച്ചു വെച്ച് അവിടെ ഇരിക്കുന്ന എല്ലാ ദേവീദേവന്മാർക്കും മുൻപിൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് മുൻപിലുള്ള മഹാദേവൻ്റെ ചിത്രത്തിലുള്ള ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഈ ഒരു യാത്ര അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള യാത്രയാണെന്ന് അവൾ അറിയുന്നില്ല. എന്നാൽ എല്ലാം അറിയുന്നവൻ അവളുടെ പുതിയ പുതിയ പരീക്ഷണങ്ങൾക്കായി ഉള്ള കാത്തിരിപ്പിലാണ്. ശ്രീമോളെ, ഇറങ്ങാറായില്ലേ? പുറത്തുനിന്നും മുകുന്ദൻ്റെ ഒച്ച കേട്ടപ്പോഴാണ് അവൾ പതുക്കെ ആ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയത്. ലെമൺ യെല്ലോ നിറത്തിലെ ഒരു ഷിഫോൺ സാരിയാണ് അവളുടെ വേഷം. വലിയ അലങ്കാരങ്ങളൊന്നുമില്ല. ഒരൊറ്റ കളർ സാരി, അതിന് മാച്ചിങ്ങായ പച്ച നിറത്തിലെ ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നത്. താലിമാലയും പിന്നെ കൈകളിലെ ഓരോ വളയും ചെറിയൊരു സ്റ്റഡ് കമ്മലും. അതൊഴിച്ചാൽ വേറെ ചമയങ്ങളൊന്നും അവളിലില്ല. ഒരുക്കമെന്ന് പറയാൻ നെറ്റിയിലൊരു ഭസ്മക്കുറിയുണ്ട്, ഒരു ചെറിയ പൊട്ടും. സീമന്തരേഖയിൽ ചെറുതായി ഒരു ചുവപ്പ് കാണാം. ഇതിനെല്ലാം പുറമെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഒരു ഫയലും പിന്നെ ഫോണും. മുകുന്ദനും അമ്മുവും ചേർന്നാണ് ശ്രീയെ ഇൻ്റർവ്യൂവിനായി MS കോളേജിലേക്ക് കൊണ്ടുപോയത്. എടാ റിച്ചു, നീ ഇന്നലെ HODയോട് സംസാരിച്ചില്ലേ? അത് നന്നായി. ഇന്ന് ആരോ ഇൻ്റർവ്യൂവിന് വരുന്നു എന്നാണ് കേട്ടത്. എൻ്റെ മഹാദേവ, ഇപ്പോഴാ സമാധാനമായത്. ഇന്നലെ രാത്രി ആ മാത്യു എനിക്ക് സമാധാനം തന്നിട്ടില്ല മക്കളെ. എടാ, ഈ വരുന്നത് വലിയ പ്രശ്നമുള്ളതൊന്നും ആകാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ സൗദാമിനിയെ പോലെ ആണെങ്കിൽ പിള്ളേർ തന്നെ ഇവിടുന്ന് പറപ്പിക്കും പൊന്നു മോനെ. എൻ്റെ സൂര്യ, നീ അക്കാര്യനാക്കെടുത്തൊന്നും വളക്കരുത്. ഇതെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. എക്സാം വരാറായി. ഇനി വരുന്നതിനെ കൂടെ പറത്തിവിട്ടാൽ പേപ്പറിനകത്ത് കാണും വട്ടപൂജ്യം. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് മാത്യു ഓടി വരുന്നത്. കിട്ടി മക്കളെ, കിട്ടി. അതും പറഞ്ഞുകൊണ്ട് അവൻ സൂര്യയുടെ നെഞ്ചത്തേക്ക് ചാടി വീണു. അവനെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മ അങ്ങ് കൊടുത്തു.
എടാ വൃത്തികെട്ടവനെ, നീ എന്താ ഈ കാണിച്ചത്? സൂര്യ കലിപ്പോടെ അവന് നേരെ തിരിഞ്ഞു. അതിനിടയ്ക്ക് തന്നെ അവനെ തള്ളി താഴെ ഇട്ടിരുന്നു. എൻ്റെ കാലമാടാ, എൻ്റെ നടു. പിന്നെ നീ എന്നാടാ വൃത്തികെട്ട പണിയെടാ കാണിച്ചത് പട്ടി? അത് ഞാൻ സന്തോഷം കണ്ടല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലത്തു നിന്നും എണീറ്റു. ഇങ്ങനെയാണോടാ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? അതും ചോദിച്ച് അവനെ ഒന്നും കൂടെ കണ്ണുരുട്ടി. എൻ്റെ സൂര്യ, നീ ഇനി ഇങ്ങനെ കണ്ണൊന്നും ഉരുട്ടണ്ട. ടീച്ചർ സെലക്റ്റായി, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എനിക്കിപ്പോഴാ എൻ്റെ പൊന്നു കർത്താവെ സമാധാനം വീണത്. പുതിയ ടീച്ചർ സെലക്റ്റായി. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സമാധാനമായി. ഇതിൻ്റെ പേരിൽ ഇനി പുതിയ പ്രശ്നവും പൊല്ലാപ്പും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാ ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ പോകുന്നുണ്ടോ? അതോ? കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് HOD ഗായത്രി മാഡം അത് ചോദിച്ചപ്പോൾ ശ്രീ മുകുന്ദനെ ഒന്ന് നോക്കി. മോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും ഗായത്രി. മോളെ വൈകുന്നേരം വിളിക്കാൻ ഞാൻ വരും, അല്ലെങ്കിൽ അമ്മു. മോൾ ഒറ്റയ്ക്ക് ബസ്സിലൊന്നും കയറി അങ്ങോട്ട് പോരാൻ നിൽക്കണ്ട കേട്ടോ. കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാനങ്ങ് വന്നോളാം അച്ഛാ, ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ലല്ലോ. അതൊന്നും ശരിയാവില്ല മോളെ. നിന്നെ ബസ്സിലൊന്നും വിടുന്ന ശരിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല. മോൾ എന്താണെങ്കിലും ക്ലാസ്സിലേക്ക് ചെല്ല്. ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് വൈകിട്ട് സംസാരിക്കാം. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അത്യാവശ്യം ടീച്ചർമാരെ എല്ലാം പരിചയപ്പെട്ടതിന് ശേഷമാണ് മുകുന്ദനും അമ്മുവും അവിടെ നിന്നും തിരിച്ചു പോയത്. ശ്രീഭദ്ര വരൂ, ഞാൻ ഫസ്റ്റ് DC കൊണ്ടാക്കിത്തരാം. അത് പറഞ്ഞുകൊണ്ട് ഗായത്രി മുന്നോട്ട് നടന്നു. മാമിന് അച്ഛനെ എങ്ങനെയാ പരിചയം? കുറച്ചും മടിയോടെയാണെങ്കിലും ശ്രീ അത് ചോദിച്ചു. ആഹാ, നല്ല അടിപൊളി ചോദ്യമാണല്ലോ. അപ്പോൾ ഒന്നും പറയാതാണോ മുകുന്ദേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇയാളെ? മുകുന്ദേട്ടൻ എന്ന വിളിയിൽ ഒന്ന് സംശയിച്ചു ശ്രീ. പിന്നെ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നത്. താനിങ്ങനെ സംശയിക്കൊന്നും വേണ്ടിടൂ. മുകുന്ദേട്ടൻ്റെ അപ്പച്ചിയുടെ മകളാ ഞാൻ. തൻ്റെ കല്യാണത്തിനും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എനിക്കും അറിയാം. പിന്നെ താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ടെന്നേ. ഇവിടെ താനങ്ങ് സന്തോഷമായിട്ട് നിൽക്കാൻ നോക്ക്. പിന്നെ റിച്ചു ഒത്തിരി പാവാണോടൂ. ഈ കാണുന്ന ദേഷ്യവും വാശിയും ഒന്നും അവനില്ല. കുറച്ചൊന്ന് ഇണങ്ങിക്കഴിഞ്ഞാൽ തനിക്കെല്ലാം മനസ്സിലാവും. അവനും ഇതെല്ലാം ഉൾക്കൊള്ളാനും മുന്നോട്ട് ജീവിക്കാനും കുറച്ച് സമയം വേണം. അത് നമ്മൾ അങ്ങ് കൊടുത്താൽ മാത്രം മതി. മേഡം, ഇവിടെ ആരോടും ഞാൻ ഋഷികേഷിൻ്റെ ഭാര്യയാണെന്ന് പറയണ്ട. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതൊക്കെ എന്നോട് മുകുന്ദേട്ടൻ പറഞ്ഞായിരുന്നടോ. അതുകൊണ്ടാണല്ലോ ഇയാൾ നെറ്റിയിൽ കിടന്ന കുങ്കുമം പോലും തൂത്ത് കളഞ്ഞിട്ട് കോളേജിൻ്റെ പടി കയറി വന്നത്. ഫസ്റ്റ് DC കെമിസ്ട്രി ബോർഡിലേക്ക് അവൾ ഒന്നുകൂടെ നോക്കി. ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ കുറേ ദിവസമായിട്ട് എന്നോട് നിരന്തരമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നിങ്ങളുടെ സുധാകരൻ സാറിന് പകരം പുതിയൊരു അധ്യാപകനെ വേണമെന്ന്. നിങ്ങളുടെ പരാതിയെല്ലാം ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് ശ്രീഭദ്രമായ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് താൽക്കാലിക നിയമനത്തിൽ എത്തിയിരിക്കുകയാണ്. അതും സുധാകരൻ സാറിന് പകരം. ഇനി മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ശ്രീഭദ്രമാരെ ആയിരിക്കും. ഇപ്പോഴേ പറഞ്ഞേക്കാം, നമുക്ക് എക്സാമിന് അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് മേഡത്തോട് സഹകരിച്ച് നിന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രാക്ടിക്കൽസും തിയറിയും എല്ലാം കംപ്ലീറ്റ് ചെയ്യാനാകും. ഓക്കെ മാം. അതൊരു കോറസ് തന്നെയായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി. അത് മതിയായിരുന്നു ശ്രീക്കും തൻ്റെ സങ്കടങ്ങളും ചിന്തകളെയും എല്ലാം മാറ്റിമറിക്കാൻ. ശ്രീയും കുട്ടികളുമായി പെട്ടെന്ന് തന്നെ അടുക്കുകയും ചെയ്തു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു, വിശേഷങ്ങൾ സംസാരിച്ചു. അതിനിടയിൽ സിലബസിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് നടന്നു. സമയം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടോപ്പിക്കുകളിലേക്ക് കയറുകയും ചെയ്തു. ഉച്ചവരെ ശ്രീക്ക് പിന്നെ നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും PGയിലും എല്ലാമായി ഓടി നടന്നു. പക്ഷേ ഇതിനിടയിൽ ഒരിക്കൽ പോലും നമ്മുടെ റിച്ചുവിൻ്റെ ക്ലാസ്സിലേക്ക് അവൾക്ക് പോകേണ്ടതായി വന്നില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിൽ എത്തിയതായിരുന്നു റിച്ചുവും കൂട്ടരും. എടാ മൈക്ക്, നിങ്ങളുടെ ക്ലാസ്സിൽ പുതിയ മിസ് വന്നു എന്നൊക്കെ കേട്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂരജ് സെക്കൻഡ് DCയിൽ പഠിക്കുന്ന മൈക്കിളിനോട് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തന്നെയായിരുന്നു. എൻ്റെ പൊന്നണ്ണ, ഇതാണ് മിസ്. സത്യം പറയാലോ, ഇതിനെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സൗദാമിനിയെയും ഗായത്രിയിലും എടുത്ത് പൊട്ടക്കിണറ്റിലെറിയാൻ തോന്നുന്നു. അതുപോലൊരു കിഡും മിസ്. എന്നെ ഫ്രണ്ട്ലി ആണെന്നറിയോ? നമുക്കത് മാത്രം ഇങ്ങനെ നിന്നാൽ മതി. പിന്നെ നോട്ടൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. ആ ഒരു പ്രവണത കേട്ടാൽ മനസ്സിൻ്റെ അഗാധങ്ങളിലേക്ക് കടന്നു പോകുമണ്ണ. മോനെ മൈക്കേ, ഇത്രയ്ക്ക് എങ്ങോട്ട് തള്ളണം?
എൻ്റെ പൊന്നണ്ണ, ഇത് തള്ളലും കൊള്ളലും ഒന്നുമല്ല. നിങ്ങളുടെ ക്ലാസ്സിലും വരും, എന്നിട്ട് പറഞ്ഞാൽ മതി. എന്താണെങ്കിലും ഈ കോളേജിൽ ഇനി ഒത്തിരി ജോർജ് കുട്ടികളുണ്ടാകും. അതുപോലൊരു മലർ മിസ്സാണിതണ്ണാ. ഓ, അത്രയ്ക്കൊന്നും പറയാനായിട്ടൊന്നുമില്ല. എൻ്റെ സൂരജ് ചേട്ടാ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ എൻ്റെ അത്രയും സൗന്ദര്യമൊന്നും അവർക്കില്ല. പിന്നെ സംസാരമൊക്കെ കേട്ടാൽ ഒരുമാതിരി കളിയും ചിരിയൊക്കെ പറയുന്നത് പോലെ. ഇവർക്ക് ഒട്ടും മെച്യൂരിറ്റി ഒന്നും വന്നിട്ടില്ലെന്നേ. അതൊക്കെ നമ്മുടെ ഗായത്രി മിസ്സിനെ കാണണം. ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണൊരു ലുക്ക്. മോളെ പല്ലവി, അസൂയയും കുശുമ്പുമാകാം, ഇത്രയ്ക്ക് അങ്ങോട്ടാകരുത് കേട്ടോ. പിന്നെ നീ പറഞ്ഞതുപോലെ ഒന്നുമില്ലെന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൺപിള്ളേർക്കും അറിയാം. അതുകൊണ്ട് നിൻ്റെ ഈ തള്ളും കുശുമ്പും കുന്നായ്മയൊക്കെ കൊണ്ട് കൈ വെച്ചിട്ട് കഴിക്കാൻ പോയി അങ്ങോട്ട്. എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ചൂളിപ്പോയ പോലെ തോന്നി പല്ലവിക്ക്. അവളുടെ കണ്ണുകൾ റിച്ചുവിലേക്ക് ഒന്ന് എത്തി. അവിടെ പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല. സൈലൻ്റ് ആയിരുന്നു ഫോണിൽ ഞോണ്ടിക്കൊണ്ട് ഫുഡ് കഴിക്കുന്നു. അവനും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ നേരെ ക്ലാസ് റൂമിലേക്ക് തന്നെ വെച്ചു പിടിച്ചു. റിയ, നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. വീട്ടിലെല്ലാവരുടെയും മുമ്പിൽ നാണം കെടുന്നത് ഞാനാണ്. അതൊന്ന് മനസ്സിലാക്കേണ്ട പെണ്ണെ. സോറി ഉണ്ണി, ഇതെങ്ങനെ പറഞ്ഞത് നിന്നെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഇന്നലെ ജസ്റ്റ് മിസ്സിനാ ഞാൻ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പോലും. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. ഫോണായി, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ വിളിക്കാൻ. പ്രിയ, നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ വീട്ടിലുള്ള അച്ഛനും അമ്മയും എല്ലാം പ്രായമായ ആളുകളല്ലേ. അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് പ്ലീസ്. നിനക്ക് വേണ്ടിയാ ഉണ്ണി ഞാനതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത്. അതെനിക്കറിയാലോ റിയ. ലവ് യു ഡിയർ. അത്രയും പറഞ്ഞുകൊണ്ട് ഉണ്ണി തന്നെ മടിയിലിരിക്കുന്ന റിയയുടെ ചെവിയിലൊന്ന് പതുക്കെ മുത്തി. റിയ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഈ വരുന്ന ഫ്രൈഡേ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പാർട്ടിക്ക് പോകുന്നു. അതും ചെറിയ പാർട്ടിയൊന്നുമല്ല. പിന്നെ നീ കേട്ടിട്ടില്ലേ ഇന്ദിര ഗ്രൂപ്പിനെ കുറിച്ച്? ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് 10 ബിസിനസ് ഗ്രൂപ്പുകളിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഈ ഇന്ദിര ഗ്രൂപ്പിൻ്റെതായിരിക്കും. അതറിയാം, അവർ നമുക്ക്. അതാണ് റിയ നിനക്കുള്ള സർപ്രൈസ്. അവരുടെ പുതിയ പ്രോജക്റ്റ്, അത് നമ്മൾ കൊളാബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾക്കും എല്ലാമായി നമ്മളെ അവർ ക്ഷണിച്ചിട്ടുണ്ട് മോളെ. റിയലി ഉണ്ണി, ഇതൊരു വലിയ ഓഫറാണ്. നിനക്കിനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള വലിയൊരു ഓഫർ. എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിനക്കാണ് റിയ. നീ എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് എനിക്കിതുപോലെ വിജയങ്ങൾ കിട്ടുന്നത്. റിയയുടെ സങ്കടം മാറ്റാൻ ഉണ്ണി പിന്നെ അവളെയും കൂട്ടിക്കൊണ്ട് നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. ബീച്ച് റിസോർട്ടിൽ ഇരുവരും ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റിയയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു തുടങ്ങിയത്. ആരറിയാ ഇത്? കുറേ നേരമായല്ലോ വിളിക്കുന്നത്. നീ ഇനിയെങ്കിലും ആ ഫോൺ എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ വീണ്ടും ശല്യപ്പെടുത്തും. ഒരു ചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് ഉണ്ണി തൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ചുകൂടെ കണവ ഫ്രൈ വിളമ്പി. റിയ ബാഗിൽ നിന്നും തൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അതിൽ തെളിഞ്ഞു നിൽക്കുന്ന സോണിയുടെ നമ്പറാണ്. എൻ്റെ കർത്താവെ, ഈ കുരിശിപ്പോൾ എന്നാത്തിനാണോ വിളിക്കുന്നത്? അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ റിയ കൊച്ചെ, അവിടെ എന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവുമില്ല. ഇന്നലെ രാത്രിയിലെ കാര്യം അറിഞ്ഞ് അവർ വഴക്ക് പറയുമോ എന്നുള്ളൊരു ഭയം. ഫോൺ എടുത്തപ്പോൾ തന്നെ നോൺ സ്റ്റോപ്പായി അവൾ വിളിച്ചു കൂവുന്നുണ്ട്. അത് കേട്ടപ്പോൾ റിയയുടെ നെഞ്ചം നാളി. ഈ പിശാച് തന്നെ എല്ലാം ഉണ്ണിയെ അറിയിക്കുമോ എന്നൊരു ഭയമായിരുന്നു റിയൽ. എൻ്റെ പൊന്ന് സോണി, ഇവിടെ പ്രശ്നമൊന്നുമില്ല. നീയായിട്ട് ഇനി പുതിയ പ്രശ്നം ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. ഞാൻ ഉണ്ണിയോട് പറഞ്ഞു ഇന്നലെ രാത്രി എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന്. ഉണ്ണി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സോണിയോട് സംസാരിച്ചു തുടങ്ങി. ഒത്തിരി താങ്ക്സ് ഉണ്ടോ എൻ്റെ റിയയെ ഒറ്റയ്ക്കാക്കാതെ എല്ലാത്തിനും കൂടെ നിന്നതിന്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു ട്രീറ്റ് തരാൻ തന്നെ ഇരിക്കുന്നത്. ഉണ്ണിയുടെ ശബ്ദം കൂടി ചെന്നപ്പോൾ സോണി പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു പോയി. എൻ്റെ കർത്താവ് തമ്പുരാനെ, എന്തൊക്കെ കള്ളത്തരമാ ഈ റിയ അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ആക്സിഡൻറ്റ് ആർക്ക്? ആ പൊട്ടൻ അതെല്ലാം വിശ്വസിക്കാനും. ഇവൻ ശരിക്കും പെൺകോന്തം തന്നെയാണ്. അല്ല, താനെന്താ ഒന്നും മിണ്ടാതിരുന്നത്? അതൊന്നുമില്ല ചേട്ടാ, ഞാൻ വെറുതെ നിങ്ങൾ ഒന്നിച്ചിരുന്നപ്പോൾ ഒരു കട്ടുറുമ്പായോ എന്നൊരു സംശയമൊന്നും വേണ്ട. താൻ ചെറിയൊരു കട്ടുറുമ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിത് ഇവിടെ ബീച്ച് റിസോർട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ശരി, ഞാനിനി കൂടുതൽ നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല.
റിയ അങ്ങ് എത്തിയോ? അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ആ എന്നാൽ പിന്നെ കാണാമടോ. അത്രയും പറഞ്ഞ് ഉണ്ണിയും ആ ഫോൺ കോൾ അവിടം കൊണ്ട് അവസാനിപ്പിച്ചു. ഇരുവരുടെയും സംസാരം നിന്നപ്പോഴാണ് ശരിക്കും റിയയ്ക്ക് സമാധാനമായത്. എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ ഇന്നത്തോടെ തന്നെ കുടുംബജീവിതം തീരുമാനമായിരുന്നു. ഉണ്ണി, ഇന്നൊരു ദിവസം നമുക്കിങ്ങനെ എങ്ങനെയാ? എൻ്റെ പെണ്ണെ, നീ പറ. എന്താണെങ്കിലും ഞാൻ ഇന്ന് ഒക്കെയാണ്. ആ ഇന്നത്തെ ഡേ ഫുള്ള് നിനക്കൊപ്പം തന്നെയാണ് പോരെ? താങ്ക് യു ഉണ്ണി. ലവ് യു. ലവ് യു ടു ഉണ്ണി. ലാസ്റ്റ് പീരീഡായി. പുതിയ മിസ്സിനെ കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുമ്പോഴാണ് അവിടേക്കൊരു കിലുക്കം കേൾക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ആ ഭാഗത്തേക്കായി. റിച്ചുവിൻ്റെ ഹൃദയം എന്താണെന്നറിയില്ല, അഗാധമായി ഇടിച്ചു തുടങ്ങി. തനിക്ക് വേണ്ടപ്പെട്ട എന്തോ ഒന്ന് അടുത്തേക്ക് വരുന്നത് പോലെ അവന് തോന്നി. അവനൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അപ്പോഴാ തനിക്കൊത്തിരി പരിചിതമായ ആ ഗന്ധം കാറ്റിൽ അലിഞ്ഞ് തന്നിലേക്കടുക്കുന്നത്. എന്താ മഹാദേവ ഇത്? എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നത് ഈ കോളേജിൽ ഈ സമയത്ത് എനിക്കൊത്തിരി പരിചിതമായ ഈ ഗന്ധം എങ്ങനെ വരാനാണ്? റിച്ചു അങ്ങനെ ആത്മകഥം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് ആരോ കയറുന്നതും അപ്പോൾ തന്നെ കുട്ടികളെല്ലാം എഴുന്നേൽക്കു നിൽക്കുന്നതും കാണുന്നത്. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പുതുതായി വന്ന ആളെ കാണാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ ഗന്ധം. സിറ്റ് ഡൗൺ ഓൾ. ആ ശബ്ദം കൂടെ കേട്ടപ്പോൾ റിച്ചു അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി. ആ ശബ്ദം, ആ ഗന്ധം എല്ലാം മുഖത്ത് വിയർപ്പ് കണങ്ങൾ തുടങ്ങാൻ കാരണമായി. അവളായിരിക്കരുത്, അവളായിരിക്കില്ല. അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഹായ് ഓൾ, എൻ്റെ പേര് ശ്രീഭദ്രമായ. ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങൾക്ക് ഒരു പേപ്പർ പഠിപ്പിക്കുന്നത്. എനിക്കറിയാം ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി എന്ന്. അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തലുകൾക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് നേരെ പഠിച്ചു തുടങ്ങാം. ആ പേര് കൂടെ കേട്ടപ്പോൾ റിച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. അവൻ അവളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പരിണയം എന്ന എൻ്റെ കഥ ഇഷ്ടമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളിൽ എത്ര പേർക്ക് എൻ്റെ കഥ ഇഷ്ടമാകുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമാകുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ എൻ്റെ ശബ്ദത്തിൽ നിങ്ങൾക്ക് ഇനിയും ഹൃദയബന്ധിതമായ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഡാലിയ സിസ്റ്റേഴ്സ് എന്ന അക്കൗണ്ടിൽ ഒന്ന് നോക്കുക. താലി, പുനർവിവാഹം എന്നീ 2 സ്റ്റോറികൾ അവിടെയും ഓടുന്നുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തിനായി വീണ്ടും കാത്തിരിക്കൂ. ബൈ ബൈ.